കേരള രാഷ്ട്രീയത്തിൽ സമീപ വർഷങ്ങളിൽ അതിവേഗം ഉന്നതങ്ങളിലേക്ക് കുതിക്കുകയും എന്നാൽ അതിലും വേഗത്തിൽ വിവാദങ്ങളുടെ കറുത്ത നിഴലിൽ തകർന്നു വീഴുകയും ചെയ്ത യുവജന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഷ്ട്രീയത്തിലെ പരമ്പരാഗത വഴികളെ മറികടന്ന് സോഷ്യൽ മീഡിയയുടെ പിന്തുണയോടെ വളർന്ന് വലുതായ ഈ തീപ്പൊരി നേതാവ് അതേ ഡിജിറ്റൽ ലോകത്തിലെ വഴിവിട്ട നീക്കങ്ങളിലൂടെ സ്വന്തം ഭാവി ഇല്ലാതാക്കിയത് സമകാലീന രാഷ്ട്രീയത്തിൽ ഒരു ദുരന്ത കഥയായി വിലയിരുത്തപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ വളർച്ച അത്ഭുതകരമായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ മുൻനിരയിലേക്ക് അദ്ദേഹം ഉയർന്നു വന്നത് എതിരാളികളെ വിറപ്പിച്ച അദ്ദേഹത്തിന്റെ ആക്രമണപരവും വ്യക്തിപരവുമായ വിമർശന ശൈലിയിലൂടെയാണ്. പരമ്പരാഗത മാന്യതയുടെ അതിർവരമ്പുകൾ പലപ്പോഴും ലംഘിക്കപ്പെട്ടുവെങ്കിലും ചാനൽ ചർച്ചകളിലും പൊതുവേദികളിലും അദ്ദേഹത്തിന് ഈ ശൈലി വലിയ രാഷ്ട്രീയ മൈലേജ് നേടിക്കൊടുത്തു. എതിരാളികൾ വിമർശിക്കാൻ ഭയക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പേരെടുത്ത് വിളിക്കുകയും ആഭ്യന്തര വാഴ എന്നും എടോ വിജയ എന്നും സംബോധന ചെയ്യുകയും ചെയ്തത് പാർട്ടി അണികൾക്കിടയിൽ രാഹുലിന് ഒരു പോരാളിയുടെ ചിത്രം നൽകി. മന്ത്രി മുഹമ്മദ് റിയാസിനെ മരുമോൻ ചെറുക്കൻ എന്ന് സംബോധന ചെയ്തതും സമാനമായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ലക്ഷ്യമിട്ടതായിരുന്നു. CPM നേതാക്കൾ പോലും ചാനൽ ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെ പ്രതിരോധിക്കാനാവാതെ വശം കെട്ടത് പലപ്പോഴും ശ്രദ്ധേയമായി. രാഷ്ട്രീയത്തിൽ ജെൻസി ശൈലികൾ അവതരിപ്പിച്ച രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ യുവതലമുറയെ ആകർഷിച്ചു. സീനിയർ നേതാക്കളിൽ ചിലർ റീൽ അല്ല റിയൽ ആക്കണമെന്ന് വിമർശിച്ചെങ്കിലും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം നേടിയ സ്വീകാര്യത ഈ എതിർപ്പുകളെ നിഷ്പ്രഭമാക്കി. അദ്ദേഹത്തിന്റെ തീവ്രമായ പ്രതികരണങ്ങൾ ഭരണപക്ഷത്തിന്റെ അധികാര ഗർഭിനെ ചോദ്യം ചെയ്യുന്നതായി യുവതലമുറ വിലയിരുത്തി.